ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2025 മാർച്ച് 29 രാശി മാറുന്ന ശനി തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. ചിത്തിര, പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാം രാശിയിൽ ഉള്ളത്. ഇവർക്ക് ശനി കഴിഞ്ഞ 2 വർഷത്തിലേറെ ആയിട്ട് 5ാം ഭാവത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. സമാധാനമില്ലായ്മ, കുടുംബക്കാരുമായിട്ട് കേസ് വഴക്കുകളെ, ധനഹാനി, സുഖഹാനി, സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങളെ, സ്നേഹിതർ മൂലം ക്ലേശങ്ങളെ, യാചിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥ വരെ എത്തുന്നതിനും സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജോലി സ്ഥലത്ത് ഉള്ള ക്ലേശങ്ങളെ തുടങ്ങിയ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നതിന് സാധ്യത ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ മെയ് മാസം മുതൽ ഇങ്ങോട്ട് 2024 മെയ് മാസം മുതൽ ഇങ്ങോട്ട് വളരെയേറെ ക്ലേശങ്ങൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 29/3/2025 ശനി ഇവരുടെ 6ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് 6ലെ ശനി. ധനധാന്യാഭിവൃദ്ധി, സുഖപ്രാപ്തി, കുടുംബസുഖം തരിക, രോഗശമനം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, ഗ്രഹഭാഗ്യം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക, കടം വീടുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക. അതുപോലെ നിത്യ വരുമാന മാർഗത്തിലൊക്കെ ഒരു പുരോഗമനം, വരുമാനമൊക്കെ വർദ്ധിക്കുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട്. ജോലി സ്ഥലത്ത് നല്ല പുരോഗമനം ഉണ്ടാകുക. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയം ആണ്. വീട്ടുകാരും സ്നേഹിതരും ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ശത്രുതയൊക്കെ തീർന്ന് രമ്യതയിലെത്തുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം ശനി ക്ലേശിപ്പിച്ചിരുന്നതിൻ്റെ ബദലായിട്ട് 2 കൈകളും കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ 6ലെ ശനി എത്തുമ്പോൾ. എന്നാൽ മെയ് മാസം വരെ വ്യാഴം ദോഷപ്രദനാണ്. കേതുവും മെയ് മാസം വരെ വളരെ ദോഷപ്രദനാണ്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. കാരണം പിന്നെ ഈ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ കേതുവിൻ്റെ ദോഷം ഒക്കെ ഒന്ന് കുറച്ച് തരും. ഗണപതിക്കൊരു നാളികേര ഉടയ്ക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ മെയ് മാസം പകുതിയോടുകൂടി വ്യാഴവും കേതുവും വളരെ ഏറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. എല്ലാവർക്കും അത് വളരെയേറെ പല അനുഗ്രഹങ്ങളും പല നേട്ടങ്ങളും തരുന്നതാണ്. വ്യാഴം 9 മാറുന്നത് മെയ് മാസത്തിൽ. അതുപോലെ 12 ഇതുവരെ ക്ലേശിപ്പിക്കുന്ന കേതു അത് 11 മാറും. വളരെ നല്ല ഫലങ്ങളാണ് ഇവർ രണ്ടും തരിക മെയ് മാസം പകുതി കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ശനി മാറുന്നത്, ശനി തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരികയാണ്. പറഞ്ഞല്ലോ 5 വർഷം കൊണ്ട് ക്ലേശിപ്പിക്കുകയായിരുന്നു ശനി. അതിൻ്റെ ഇരട്ടിയായിട്ട് നല്ല ഫലങ്ങൾ അടുത്ത 2.5 വർഷം കൊണ്ട് തന്നിരിക്കും ശനി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, മേൽമേൽ നല്ലത് വരട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓം